ഇന്ന് നമുക്ക് ഒരു പച്ചമാങ്ങ ജ്യൂസ് തയ്യാറാക്കാം. ഇത് ഷുഗർ ഉള്ളവർക്കും ഷുഗർ കട്ട് നോക്കുന്നവർക്കുമൊക്കെ വളരെ നല്ലതാണ്. ഞാനിവിടെ പുളിയില്ലാത്ത ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്തതാണ്. 4 ചെറിയ ഉള്ളി, 3 കാന്താരി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഉപ്പും എടുത്തിട്ടുണ്ട്. മാങ്ങ തൊലി കളഞ്ഞ് ഇതേപോലെ കഷ്ണങ്ങളാക്കി വെക്കുക. ഇത് പച്ചമാങ്ങയാണെങ്കിലും ചെറുതായിട്ടൊന്ന് വിളഞ്ഞു തുടങ്ങിയതാണ്. പച്ചമാങ്ങയാണേലും മതി. അപ്പം ഞാൻ എടുത്തപ്പോൾ ഇത് ഇച്ചിരി വിളഞ്ഞു തുടങ്ങി അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു മിക്സിയുടെ ജാറിൽ നമ്മൾ മാങ്ങയും ഇഞ്ചിയും പച്ചമുളകും അതുപോലെ ചെറിയ ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നല്ലതായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിന് ശേഷം അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഒരു അരിപ്പയിലൂടെ നമുക്ക് അരിച്ചെടുക്കാം. കാരണം ഇതിനകത്ത് ചിലപ്പം തരികളായിട്ട് ചെറുതായിട്ട് കാണും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ജ്യൂസ് അരിച്ചെടുക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമ്മൾ നോക്കിക്കോണം. പിന്നെ ഒരു അധികം പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ടും പിന്നെ ഒരു ടേസ്റ്റിനും ഞാനൊരു ചെറുനാരങ്ങയുടെ അരമുറി നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിന് ഒരു നാരങ്ങയുടെയും മാങ്ങയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇതെല്ലാം ഒഴിച്ചു വെച്ചു. ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ഒരു തണുപ്പും പിന്നെ രുചിയും ഒക്കെ കൊണ്ട് ഒത്തിരി നല്ലതാണ് ഈ ഒരു ജ്യൂസ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഒന്നുകൂടൊന്ന് അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി നമ്മൾ 5-6 കറിവേപ്പില കയ്യിലൊന്ന് വെച്ച് ഞെരടിയതിന് ശേഷം അതിലേക്ക് ഒന്ന് പിന്നെ ഗ്ലാസ്സിലിട്ട് കൊടുക്കാം. അപ്പോൾ അതിനൊരു കാണാനും ഒരു ഭംഗി കാണും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മണവും നമുക്ക് കിട്ടും. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ നൽകണം. ഷെയർ ചെയ്യാനും മടിക്കരുത്. താങ്ക്